ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ പുതിയൊരു ബസ് മോഡായിട്ട് വന്നിരിക്കുകയാണ്. ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഓൾഡ് മോഡലാണ്, പഴയ BMRയുടെ ഓൾഡ് മോഡൽ ബസ്സാണ്. അതിന് കളർ കോഡ് ഉണ്ട്. കളർ കോഡിൻ്റെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് അങ്ങോട്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ് ബസ് ഇപ്പോൾ. ഈ റോഡ് മൊത്തം ബ്ലോക്കായി. നമുക്ക് ഇത്തിരി വേഗം അങ്ങോട്ട് പോവാം, സമയം പോകാണ്ടിരിക്കാനായിട്ട്. ഇപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ബസ്. ടീം ഗാലക്സിയുടെ ബസ്സാണ്. പടയപ്പ ആനയുടെ പടക്കൊട്ടിച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ. സൈഡിൽ ദി ബ്ലഡ് ലൈൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതുപോലെ ബാക്കിലും പടയപ്പ കിങ് ഓഫ് ജംഗിൾ എന്ന് പറഞ്ഞിട്ട്. ആനയുടെ പടം ഞാനല്ലോ ഫ്രണ്ടിൽ ഒട്ടിച്ചേക്കണ പോലെ. ബാക്കിലും ആനയുടെ പടമാണല്ലോ. എന്നല്ല ആവട്ടെ, അതവരുടെ ഒരു സ്റ്റൈല്. പിന്നെ ശരിക്കും പറഞ്ഞാൽ കളർ കോഡിൻ്റെ വിചാരിച്ച പോലെ തന്നെ എനിക്ക് കിട്ടി. ഞാൻ ഈ വണ്ടിയുടെ മോഡും ലിവറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഈ ബാക്ക് ടയറിൽ വീൽ ക്യാപ്പ് വേണമായിരുന്നു. ഫ്രണ്ട് ടയറിൽ സ്റ്റീലിൻ്റെ വീൽ ക്യാപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിലും വേണമായിരുന്നു, സ്റ്റീലിൻ്റെ തന്നെ. ഏതായാലും കുഴപ്പമില്ല, അത് അവരുടെ ഡെവലപ്മെൻ്റ് അല്ലേ, നല്ല ഡെവലപ്മെൻറ്റാണ്. ശരിക്കും ഫ്രണ്ടിൽ ഒരു ചെറിയ വീൽ ക്യാപ്പൊക്കെ വെക്കുന്നത് സാധാരണയാണ്. അപ്പോൾ നമുക്കത് ഈ ബസ്സിൽ ഇൻറ്റീരിയർ നോക്കാം. ഇൻറ്റീരിയർ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇത് പഴയ ബസ്സല്ലേ, കുറച്ച് പഴയ സെറ്റപ്പൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ പുതിയ BMRയുടെ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്, അതിനൊക്കെ പുതിയ സെറ്റപ്പാണ്. ഇത് ഇത്തിരി പഴയതാണ്. കളർ കോഡിൻ്റെ ഗിയറൊക്കെ കണ്ടില്ലേ, ഗിയറൊക്കെ പഴയ ഗിയറാണ്. അപ്പോൾ ഒക്കെ ഞാൻ അധികമൊന്നും പറയുന്നില്ല, നമുക്ക് റൈഡ് പോയിട്ട് വരാം. കുറേ കാഴ്ചകളും പോകുന്ന വഴി നമുക്ക് കാണാം. മ്യൂസിക്കൊക്കെ ഇടാം. അങ്ങനെ നമ്മളിതാ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, നമ്മൾ വന്ന പോലെ അവിടുത്തെ റോഡിൻ്റെ ബ്ലോക്ക് കുറഞ്ഞാവോ? നമുക്കൊന്ന് പോയി നോക്കാം. വണ്ടികളൊക്കെ ഇതാ പോയി തുടങ്ങിയിട്ട്. വൈതാ ചേട്ടാ, ഒന്ന് വൈതാടോ. ആരുമില്ല, ഇത് ധൈര്യമായിട്ട് നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. ഇനി നമുക്ക് മ്യൂസിക് ഇടാം. ഈ റൈഡ് പോകുമ്പോൾ മ്യൂസിക് ഇല്ലെങ്കിൽ ഉത്സവം കിട്ടില്ല. ഈ വണ്ടിയിൽ കുറച്ച് മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ട്. എന്ത് മിസ്റ്റേക്കാണെന്ന് ചോദിച്ചാൽ, ഫ്രണ്ട് ക്യാമറ ഇല്ലേ, അതിൽ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ വ്യൂ കാണിക്കുക പകരം സൈഡിലത്തെ വ്യൂ കാണിച്ചിരിക്കുന്നത്. ആ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. പിന്നെ വേറെ മിസ്റ്റേക്കും കൂടി വന്നിട്ടുണ്ട്. അതെന്ത് മിസ്റ്റേക്കാണെന്ന് ചോദിച്ചാൽ, രണ്ട് സൈഡത്തെ കണ്ണാടിയാണ്, മുകളിലത്തെ അല്ല താഴത്തെ, രണ്ട് സൈഡിലത്തെ. അതിൽ മിസ്റ്റേക്ക് ഉണ്ട്. വെച്ചാൽ അതിലത്തെ സൈഡ് രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ അതിലത്തെ സൈഡൊക്കെ ശരിയല്ല, ആ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ചെയ്യണവരൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ ചെക്കിയാട്ടിയൊക്കെ പറഞ്ഞു തന്നുള്ളൂ. പിന്നെ വണ്ടികളൊക്കെ സൈഡിൽ വരുമ്പോൾ കൺഫ്യൂഷൻ അടിക്കും.
അപ്പോൾ ആ ഒരു മിസ്റ്റേക്കും കൂടി വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് റൂട്ടൊക്കെ നല്ല അടിപൊളി റൂട്ടാണ്. എനിക്കിഷ്ടപ്പെട്ടു ഈ റൂട്ടുകളൊക്കെ. ഈ റൂട്ട് മാത്രമല്ല, കാനവടിയിലത്തെ ആ ഒരു റൂട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല റൂട്ടുകളാണ്. ഇപ്പോഴത്തെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്, അതങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല. ഇനി കുറച്ച് പഴയ മോഡലൊക്കെ ഇറക്കണം. അതൊക്കെ ഇറക്കി കഴിഞ്ഞിട്ട് നോക്കാൻ വിചാരിച്ചിട്ടാണ്. അടുത്ത ട്രാഫിക്കും വരാനുണ്ട്, അതും കൂടി വന്നിട്ട് നോക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്ഡേഷൻ ഉദ്ദേശിച്ച് ഗെയിമിൻ്റെ അപ്ഡേഷനാണ്. ട്രാഫിക്കിൻ്റെ അപ്ഡേഷനും കൂടി വന്നിട്ട് വേണം നോക്കാൻ. വഴികളിലൊക്കെ ഭയങ്കര ട്രാഫിക്കാണ്. പിന്നെ ചില സ്ഥലത്ത് കാടും പിന്നെ ചില സ്ഥലത്ത് കടകളും വീടുകളൊക്കെയാണ് പോകുന്ന വഴിയിലൊക്കെ. പിന്നെ ഞാൻ കാട് പോലത്തെ റോഡായിരിക്കുമെന്ന് വിചാരിച്ചത് ഇത് ആദ്യം കണ്ടപ്പോൾ. അപ്പോൾ കുറച്ച് വഴി കഴിഞ്ഞ് പോയപ്പോൾ കടകളും പിന്നെ വീടുകളൊക്കെയാണ്. കാട്ടിൽ കൂടെ റോട്ടിൽ പോകാൻ നല്ല രസമായിരിക്കും. കാരണം മൃഗങ്ങളെയും കാണാം, അതുപോലെ തന്നെ കാടും കാണാം. ശരിക്കും പറഞ്ഞാൽ ഈ റോട്ടിൽ പേടിക്കുന്നത് എംപിടിമാരെയാണ്. എംപിടിമാരെ കണ്ടാൽ പിന്നെ പ്രശ്നമാണ്. കാരണം ആവശ്യമില്ലാത്ത ലൈറ്റുകളൊക്കെ ബസ്സിലുണ്ടെങ്കിലേ പിന്നെ ഫൈൻ അടിക്കും. ഇതായി പേടിക്കേണ്ടത് എംപിടിമാരെയാണ്. പറഞ്ഞത് വെച്ചാൽ പേടിക്കണ്ട. ഇതിൽ ഈ ബസ്സിൽ വലിയ സെറ്റപ്പൊന്നും ചെയ്തിട്ടില്ല. കാരണം ഇത് ഓൾഡ് മോഡൽ ബസ്സാണല്ലോ. വലിയ സെറ്റപ്പൊന്നും ഈ വണ്ടിയിൽ ചെയ്തിട്ടില്ല. എംപിടി അങ്ങനെ തന്നു ഇപ്പോൾ തന്നെ ഇത് പേടിയുണ്ട്. അയ്യോ, ഇതൊക്കെ വന്നപ്പോഴേക്കല്ലേ എംപിടി മുമ്പിൽ. എൻ്റെ ദൈവമേ, പണിയാവൂ. പേടിയായിട്ട് പാടില്ല. അയ്യോ, സൈറനൊക്കെ ഉണ്ടല്ലോ. പണിയായ മുമ്പിലോട്ട് സൈറനിട്ടാ പോകുന്നത്. എന്നെ പിടിച്ചാവോ. എൻ്റെ ദൈവമേ, ഏത് നേരത്താണാവോ എംപിടിയുടെ പേര് പറയാൻ തോന്നുന്നു. മുമ്പിൽ തന്നെ അതേ പ്രത്യക്ഷപ്പെട്ടു. എന്ത് ചെയ്യും? ഒരു വഴിയുണ്ട്. എൻ്റെ മുമ്പിൽ ഒരു വണ്ടിക്ക് ഞാൻ വഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓട്ടോയ്ക്കാണോ വണ്ടിയാണ്, ആ വണ്ടിക്ക് ഞാൻ വഴി കൊടുത്തു. കാരണം പേടിയിട്ടാ എംപിടിനെ കണ്ടിട്ട്. ലെഫ്റ്റ് സൈഡിൽ കാടാന്ന് തോന്നുന്നു. റൈറ്റ് സൈഡിൽ എന്തൊക്കെയോ കാണുന്നുണ്ട്. വാഴയാണെന്ന് തോന്നുന്നു. വാഴ തോട്ടം, പിന്നെ വെള്ളമാണ്, കുളമാണെന്ന് തോന്നുന്നു. ഇപ്പം തന്നെ കുറച്ച് മരങ്ങളും. ഈ സൈഡിൽ കൂടെ പോയിട്ട് നമുക്ക് ഓവർടേക്കുമ്പോൾ സൂക്ഷിക്കണം. മുമ്പിൽ എംപിടിയാണുള്ള. അപ്പോൾ ഗൈസ്, നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇനി പാർക്ക് ചെയ്യാൻ പറഞ്ഞ സ്പോട്ട് എവിടെയാണ് നോക്കണം. എവിടെയെങ്കിലും സൈഡിൽ സ്ഥലങ്ങൾ നമുക്ക് പാർക്ക് ചെയ്യാം. ഇവിടെ എവിടെയാണ് പറ്റിയ സ്ഥലം? കുറച്ച് വഴിയെങ്കിലും പോയി നോക്കാം, എവിടെയും കിട്ടുകയാണെങ്കിലും. കിട്ടി. റൈറ്റ് സൈഡിലാണ്. നമുക്കൊന്ന് യൂട്ട് എടുക്കേണ്ടി വരും. നമുക്ക് യൂട്ട് എടുക്കാം.
നമുക്ക് സൈഡിലോട്ട് റിവേഴ്സ് എടുക്കാം. അപ്പോൾ ഗൈസ്, ഇത്രത്തോളമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ മോഡും അതുപോലെ തന്നെ ഡെലിവറിയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.